ഹലോ, ഇന്ന് നമ്മൾ എടുക്കുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ബോർഡ് തന്നിട്ടുണ്ട് അല്ലേ? ഒരു ഷോപ്പിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ബോർഡാണത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഡ്രസ്സിനും 30% ഓഫർ ഉണ്ടെന്ന് പറയുന്നത്, വിലക്കുറവുണ്ട് എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ഏതൊരു സാധനം ഈ ഒരു ഷോപ്പിന്റെ എടുക്കുകയാണെങ്കിലും നമുക്ക് 30% നമുക്ക് വില കുറഞ്ഞിട്ട് കിട്ടും. അപ്പോ ഇവിടെ ഷീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവര് കടയിൽ നിന്ന് 1800 രൂപയ്ക്ക് ഡ്രസ്സ് മേടിച്ചു. അപ്പൊ അവര് എത്ര രൂപ കൊടുക്കേണ്ടി വരും? 1800 രൂപ കൊടുക്കേണ്ടി വരില്ല. ബിക്കോസ് അവിടെ 30% വിലക്കുറവുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 1800ന്റെ 30% എത്രയാണെന്ന് കാണണം. 30% എത്ര കാണണം. എന്നിട്ട് ആ പൈസ മൈനസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 1800ന്റെ 30% കാണണം. ഇപ്പൊ നമ്മൾ അതെങ്ങനെ കാണുന്നത്? 1800നെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 30% അല്ലേ ഉള്ളത്, അപ്പൊ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 100 ഇതിനെ നമ്മൾ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. 18 × 30 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 1260 രൂപ കൊടുത്താൽ മതി. എത്ര രൂപ? 1260 രൂപ. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്ന അറിയോ? ജോണി എന്ന് പേരുള്ള ഒരാളുണ്ട്. ആര്? ജോണി. ജോണിയുടെ സാലറി 32,000 രൂപയാണ്. ഓക്കെ. ഇനി ഈ ജോണി ഉണ്ടല്ലോ, അയാൾക്ക് കിട്ടുന്ന ഈ സാലറിയുടെ 15% എപ്പോഴും സേവ് ചെയ്ത് വെക്കും. ഞാൻ തങ്കേരിച്ച് വെക്കുക എന്നൊക്കെ പറയൂലേ? എന്താ പറയാ? സേവ് ചെയ്ത് വെക്കുമല്ലോ നമ്മള്. അങ്ങനെ മൂപ്പര് സേവ് ചെയ്ത് വെക്കും, മിച്ചം വെക്കും. അപ്പൊ ജോണി എല്ലാ മാസവും എത്ര രൂപയാണ് എടുത്തു വെക്കുന്നത് എന്നാണ് അറിയേണ്ടത്. ജനുവരി മാസത്തില് ജോണിക്ക് കിട്ടിയ സാലറി എത്ര രൂപയാണ്? കിട്ടുന്ന സാലറിയുടെ 15% ജോണി എടുത്തു വെക്കും. അപ്പൊ നമ്മൾ എടുത്തു വെക്കുന്ന രൂപ എത്രയെന്ന് അറിയാൻ എന്ത് ചെയ്യണം? ഈ ഒരു രൂപയുടെ 15% എത്ര അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 32,000ന്റെ 15% കാണും. ആദ്യം അതിന് എത്ര 100 കാണും. എത്ര 100 കിട്ടിയിട്ട് അതിനെ 15 കൊണ്ട് ഗുണിച്ചാൽ ഗുണിക്കുമ്പോൾ അയാൾ എത്ര രൂപ എടുത്തു വെക്കാൻ കിട്ടും. ഇതിനെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഈ 2 0 ഒഴിവാക്കിയാൽ മതി. ഈ 2 0 ഇവിടുന്ന് പോകാൻ വേണ്ടി ഈ 2 0 ഒഴിവാക്കിയിട്ടുള്ള ആൻസർ ഉണ്ടാവും കേട്ടോ. 100 കൊണ്ട് ഹരിക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. 320 × 15 വരിക. ഇത്രയാണ് 320 × 15. 4800. ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കുക? ജോണ് അയാൾക്ക് കിട്ടുന്ന സാലറിയുടെ 4800 രൂപ എടുത്ത് വെക്കും. എന്തിന്? അയാൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇതാണ് ഉണ്ട് കേട്ടോ. ആ കമ്പനി നമ്മൾ TV ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഉണ്ടാവും. TV ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി. ആ കമ്പനി ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അവർ അടുത്ത മാസം മുതൽ 5% വിലക്കുറവിൽ അവരുടെ സാധനം വിൽക്കുകയാണ്. ഓക്കെ. അപ്പോ ഇപ്പൊ അവരുടെ ഒരു മോഡലിന്റെ വില ഇത്രയാണ് കേട്ടോ. 26,000 രൂപയാണ് ഇപ്പോഴത്തെ വില. അപ്പൊ അത് അടുത്ത മാസം അതിന്റെ വില എത്രയാകുമെന്നാ ചോദിക്കുന്നത്. ഇപ്പോ ടിവിയുടെ വില എത്രയാണ്? ഇപ്പോ ടിവിന്റെ വില 26,000 രൂപയാണ്. ഓക്കെ അല്ലേ? റുപ്പീസാണ് ഇപ്പോ അതിന്റെ വില. അടുത്ത മാസം മുതൽ അവരെന്ത് ചെയ്യും? 5% വിലക്കുറവിൽ കൊടുക്കും. അപ്പൊ അടുത്ത മാസം എത്രയാവും എന്നറിയണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പൈസ ഉണ്ടല്ലോ, ഈ ഒരു രൂപയുടെ 5% എത്രയാ കാണണം. എന്നിട്ട് അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ അവർ എത്ര രൂപയാ പിന്നെ കൊടുക്കുക എന്ന് മനസ്സിലാവും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 26,000ന്റെ 5% കാണാം. 5% കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 100 കൊണ്ട് ഹരിക്കാം. എന്നിട്ട് ഈ പെർസെന്റേജ് കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് 260 × 5 എന്ന് കിട്ടും. ആണല്ലോ. ഇനി 260 × 5 എത്രയാണ്? 1300 രൂപയാണ്.
ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1300 രൂപ എന്ന് പറഞ്ഞാല് ഈ ഒരു പ്രൈസിന്റെ 5% മാത്രമാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മന്ത് എത്ര രൂപ നമ്മൾ കൊടുക്കണം എന്നറിയാം. അടുത്ത മാസം എത്ര രൂപ കൊടുക്കണം എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? 26,000-ൽ നിന്നും 1500, 1500 അല്ല 1300 ആണ് കേട്ടോ. ഇവിടെ എത്രയും ഞാൻ അടിച്ചത് നിങ്ങൾക്ക് 1300 അല്ലെ. 1300 മൈനസ് ചെയ്യണം. ഓക്കെ, 26,000 മൈനസ് 1300 ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാൻ? 24,700. അപ്പൊ ഇത്ര രൂപയ്ക്കായിരിക്കും പിന്നീട് അവരുടെ TV കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കാണ് കേട്ടോ. താങ്ക് യു.